കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ട് എല്ലാവരും എന്താ പഠിച്ചെന്നുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പാർട്ട് 1 വരുന്ന യൂട്ടിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവുക മൊബൈൽ റീചാർജ് ചെയ്യുന്നതും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക. അതായത് നമ്മൾ പഠിച്ചത് അളക്കാനാകുന്ന സന്തോഷം, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അളക്കാനാകുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. അതായത് യൂട്ടിലിറ്റി രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിയും ഒന്ന് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിയും. അതിൽ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. ഇനി നമുക്ക് അതിൽ വരുന്നത് തന്നെയാണ് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. അതായത് മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി 2 ടൈപ്സ് ഉണ്ട്, കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിയും ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്താണ് എന്നുള്ളതാണ്. കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ മെഷറബിൾ ആണ്, അളക്കാൻ പറ്റും. പക്ഷേ ഈ ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി നോട്ട് മെഷറബിൾ ആണ്, നമുക്ക് അളക്കാൻ പറ്റില്ല. അളക്കാനാകാത്ത സന്തോഷം, അതാണ് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് അളക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് റാങ്ക് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാൻ പറ്റും. അതായത് റാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചായയും കോഫിയും അതേപോലെ തന്നെ ജ്യൂസും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അയാൾക്ക് ചായയേക്കാൾ ഇഷ്ടം കോഫിയാണെന്നും, അല്ലെങ്കിൽ അയാൾക്ക് ചായയും കോഫിയും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ കൂടുതൽ സന്തോഷം ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്നുണ്ടെന്നും ഒക്കെ അയാളുടെ ഇഷ്ടങ്ങളെ നമുക്ക് ക്രമത്തിൽ നമ്പർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ ഇട്ടിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെ.ആർ. ഹിഗ്സും R.G.D. അലൻ എന്നീ 2 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. നമ്മൾ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ആരാണ് കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന ആശയം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. പക്ഷെ ഇവിടെ ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന ആശയം ആവിഷ്കരിച്ചത് ജെ.ആർ. ഹിഗ്സ്, R.G.D. അലൻ, ഈ 2 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്? ഇവരുടെ അഭിപ്രായത്തിൽ ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ക്യാൻ റാങ്ക് ഹിസ് പ്രിഫറൻസസ് ബട്ട് കനോട്ട് മെഷർ ദം. അതായത് ഒരു ഉപഭോക്താവിന് തന്റെ ഇഷ്ടങ്ങളെ ക്രമത്തിൽ നിരത്താൻ പറ്റും, പക്ഷെ ഒരിക്കലും ആ സന്തോഷത്തെ അളക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ യൂട്ടിലിറ്റി, അളക്കാനാകാത്ത ഈ സന്തോഷത്തിൽ എങ്ങനെയാണ് ഉപഭോക്താവ് തീരുമാനമെടുക്കുന്നു അത് പഠിക്കണമെങ്കിൽ, ഉപഭോക്താവ് എങ്ങനെ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു എന്നും ഉപഭോക്താവ് എന്ത് വാങ്ങണം എന്ന് തീരുമാനം എടുക്കുന്നു എന്നും പഠിക്കണമെങ്കിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി എന്താണെന്ന് പഠിക്കണം. ഈ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനും കൂടി പഠിച്ചാൽ മാത്രം ആണ് നമ്മൾ ഉപഭോക്താവ് എങ്ങനെ മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ എങ്ങനെ കൺസ്യൂമർ ഇക്വിലിബ്രിയം നേടുന്നു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഒരു ഇൻഡിഫറൻസ് കർവ്? എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ, ഒരു ഉപഭോക്താവിന് ഒരേ സന്തോഷം തരുന്ന 2 വസ്തുക്കൾ ഉണ്ടായിരിക്കും. അതായത് ഇവ രണ്ടും ഉപയോഗിച്ചാലും ഒരേ സന്തോഷം കിട്ടാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഈ ഒരേ സന്തോഷം തരുന്ന 2 വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ വരുന്ന വളവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഒരേ സന്തോഷം തരുന്ന 2 വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും, എന്തായിരിക്കും ഇപ്പൊ ഒരേ സന്തോഷം തരുന്ന 2 വസ്തുക്കൾ? സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് ചായയും ബിസ്ക്കറ്റും, ഇപ്പൊ നമ്മള് ചായയിൽ ബിസ്ക്കറ്റ് മുക്കിയിട്ട് കഴിക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഒരേ സന്തോഷമായിരിക്കും നമ്മൾ ഈ ചായയും ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാനുണ്ടാവുക, അല്ലെങ്കിൽ പാലും ബണ്ണും, അല്ലെങ്കിൽ മാംഗോയും ബനാനയും. അങ്ങനെ ഒരേ സന്തോഷം തരുന്ന വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനുകൾ ഉണ്ട്. ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, 2 വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരേ സന്തോഷം കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപഭോക്താവിന് ഇവ തമ്മിലുള്ള സന്തോഷത്തിൽ യാതൊരു വ്യത്യാസമില്ല എന്നർത്ഥം. അതായത് യു ആർ ഇൻഡിഫറെന്റ് അമംഗ് ദം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന കോമ്പിനേഷനുകളുടെ ഒരു വളവ്, ഒരു കർവാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ വരുന്നത്. ഈ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനിന് ഒരു മുട്ടുണ്ട അല്ലെങ്കിൽ ഒരു ടാൻജന്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അവിടെയാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുക. അപ്പൊ എന്താണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി. പക്ഷെ ബഡ്ജറ്റ് ലൈൻ എന്താണ്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാല് ഉപഭോക്താവിന് ഒരു വരുമാന പരിധി ഉണ്ട്, ഉപഭോക്താവിന്റെ ചെലവിടാനായിട്ട് ഒരു വരുമാന പരിധി ഉണ്ട്. അങ്ങനെ ഈ ഉപഭോക്താവ് ചെലവിടുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള വരുമാന പരിധി അനുസരിച്ച് എത്ര പോസിബിൾ ആയ കോമ്പിനേഷനുകളിൽ, അതായത് 2 വസ്തുക്കളുടെ എത്ര പോസിബിൾ ആയ കോമ്പിനേഷനുകൾ ഈ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ഉപഭോക്താവിന് വാങ്ങാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കും, കർവാണ്.
ഡിഫറൻസ് കർവിൽ തന്നെ ഉണ്ട്, കർവാണ്. പക്ഷെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് തന്റെ വരുമാന പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് രണ്ട് വസ്തുക്കളുടെ സാധ്യമായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള എത്ര കോമ്പിനേഷനുകൾ വാങ്ങാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവ് ടാൻജൻ ചെയ്യുന്ന ആ പോയിന്റിലാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാം. ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവ് എന്താണ് എന്നും നമുക്കൊരു ടേബിളിന്റെ സഹായത്തോടെയും നമുക്ക് ഒരു ഗ്രാഫിന്റെ സഹായത്തോടും കൂടിയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. വ്യത്യസ്തങ്ങളായ രണ്ട് കോമ്പിനേഷനുകളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കോമ്പിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കോഫിയും ബിസ്ക്കറ്റും എടുക്കാം. ഈ നമ്മൾക്ക് കോഫി എന്ന് പറയുന്നത് കോഫി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു അസ്യൂം ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബിസ്ക്കറ്റിനെ വൈ ആക്കിയിട്ട് നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാം. ഈ കോമ്പിനേഷനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ABC എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷനായിട്ട് നമ്മളൊന്ന് നോക്കി നോക്കാം. ഇതെങ്ങനെയാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ കോമ്പിനേഷൻ കോഫിയിൽ നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കി, ബിസ്ക്കറ്റ് വൈ ആയിട്ട് കണക്കാക്കി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. കോമ്പിനേഷൻ നമ്മൾ ഒരു കോഫിയാണ് വാങ്ങണതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് ഒരു 10 എണ്ണം വാങ്ങാൻ വിചാരിക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് സന്തോഷം 10 ആണെന്ന് വിചാരിക്കാം യൂട്ടിലിറ്റി. ഇനി നമ്മൾ കോമ്പിനേഷൻ ബിയിൽ വരുമ്പോൾ നമ്മൾ കോഫിയുടെ എണ്ണം 1 കൂട്ടി 2 ആക്കി. അതിന് നമ്മൾ ബിസ്ക്കറ്റിന്റെ എണ്ണം 1 കുറച്ച് 9 ആക്കി. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം 10 ആണെന്ന് വിചാരിക്കാം. ഇനി കോമ്പിനേഷൻ സിയിലെത്തുമ്പോൾ നമ്മൾ എന്താക്കി, കോഫിയുടെ അളവ് 1 കൂട്ടി, നമുക്ക് ബിസ്ക്കറ്റിന്റെ അളവ് 1 കൂടി കുറച്ചു 8 ആക്കി. സന്തോഷം 10 ആണെന്ന് വിചാരിക്കാം. അത് നോക്ക്, ABC എന്ന് പറയുന്ന 3 കോമ്പിനേഷനുകൾ. ഈ ABC എന്ന് പറയുന്ന കോമ്പിനേഷനുകൾ നമ്മൾ ആദ്യം കോഫിയുടെ അളവ് 1 ആയിരുന്നു. രണ്ടാമത്തത് ബിയിലെത്തിയപ്പോൾ കോഫിയുടെ അളവ് 2 ആക്കി. മൂന്നാമത്തത് സിയിലെത്തിയപ്പോൾ കോഫിയുടെ അളവ് 3 ആക്കി കൂട്ടി. പക്ഷെ ബിസ്ക്കറ്റ് നമ്മൾ ഓരോന്ന് വെച്ച് കുറച്ചു. കോമ്പിനേഷൻ എയിൽ 10 ആയിരുന്നു. രണ്ടാമത്തെ കോമ്പിനേഷൻ ബിയിലാക്കിയപ്പോൾ ഒരു ബിസ്ക്കറ്റ് കുറച്ചു. കോഫി ഇവിടെ 1 കൂട്ടിയപ്പോൾ ബിസ്ക്കറ്റ് ഇവിടെ 1 കുറച്ചു. കോഫി ഇവിടെ 1 കൂട്ടിയപ്പോൾ ബിസ്ക്കറ്റ് വീണ്ടും ഇവിടെ 1 കുറച്ചു, 8 ആക്കി. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമൊക്കെ എത്രയാണ്? 10 ആണ്. എല്ലാത്തിനും കിട്ടുന്ന സന്തോഷം 10 ആണ്. ഏത് കോമ്പിനേഷനുകൾ ഉപയോഗിച്ചാലും ഒരേ സന്തോഷമാണ് കിട്ടുന്നത്. അതായത് വ്യത്യസ്തങ്ങളായ ഏത് കോമ്പിനേഷനുകൾ ഉപയോഗിച്ചപ്പോഴും ഉപഭോക്താവിന് കിട്ടിയ സന്തോഷം 10 ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവ തമ്മിലുള്ള യാതൊരു വ്യത്യാസമില്ല. ഇനി ഇതെങ്ങനെയാണ് അത് ഗ്രാഫിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ വൈ ആണ്. വൈ ആക്സിസിൽ നമ്മൾ ബിസ്ക്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സ് ആണ്, കോഫിയാണ്. ഇവിടെ നമ്മൾ 0 ആണ്. ഇത് നോക്ക്, നമ്മൾ കോഫി എ കോമ്പിനേഷനിൽ നമ്മൾ ഒരു കോഫി വാങ്ങിയപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് എത്ര വാങ്ങിയിട്ടുള്ളത്? 10 ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കർവ് ഇവിടെയാണ് വരുന്നത്. ഇൻഡിഫറൻസ് കർവ്, ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ് വരുന്നത് എ കോമ്പിനേഷനിൽ ഇങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്. രണ്ടാമത് നമ്മൾ 2 കോഫി വാങ്ങിയപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് എന്താക്കി? ബിസ്ക്കറ്റ് നമ്മൾ 9 ബിസ്ക്കറ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഡിഫറൻസ് കർവ് 2 വരുന്നത് ഇങ്ങനെയാണ്. ഇനി മൂന്നാമത് നോക്ക്. മൂന്നാമത് നമ്മള് കോഫിയുടെ അളവ് 1 കൂടി കൂട്ടി 3 ആക്കി. 3 കോഫി ആക്കി. നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുള്ളത് 8 ആണ്. ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുള്ളത് 8 ആണ്. സി നമ്മൾ ആദ്യത്തെ കോമ്പിനേഷൻ എയില് നമ്മള് കോഫി 1 വാങ്ങിയപ്പോൾ ബിസ്ക്കറ്റ് 10 ആയിരുന്നു. രണ്ടാമത്തെ കോമ്പിനേഷൻ എത്തിയപ്പോൾ നമ്മൾ എന്താക്കി? കോഫി 1 കൂടി കൂട്ടി, പക്ഷെ ബിസ്ക്കറ്റ് ഇവിടെ കുറച്ചു. പക്ഷെ മൂന്നാമത്തെ കോമ്പിനേഷൻ എത്തിയപ്പോൾ കോഫി 1 കൂടി കൂട്ടി, പക്ഷെ ബിസ്ക്കറ്റ് 1 കുറച്ചു.
പക്ഷെ ഇതിൽ നിന്ന് മൂന്നിന് കിട്ടുന്ന സന്തോഷം എന്താണ്? മൂന്നിന് കിട്ടുന്ന സന്തോഷം 10 തന്നെയാണ്. അതായത് സന്തോഷത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതായത് യു ആർ ഇൻഡിഫറെന്റ് എമംഗ് ദം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നോക്ക്, ഈ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഉത്ഭവത്തിനോട് ഒറിജിനോട് അടുത്ത് കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷം കുറഞ്ഞു എന്നാണ് അർത്ഥം. അതായത് ഇവിടുന്ന് ദൂരേക്ക് പോയി. മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് കുറച്ചും കൂടി സന്തോഷം കുറഞ്ഞു എന്നാണ് അർത്ഥം. അത് നമുക്ക് പ്രോപ്പർട്ടീസ്, അതായത് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇൻഡിഫറൻസ് കർവ് വരുന്നത്. അതായത് വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനുകളാണ്, സന്തോഷം ഒന്ന് തന്നെയാണ്, ഒരേ സന്തോഷം നൽകുന്ന വ്യത്യസ്ത കോമ്പിനേഷനുകളുടെ കാണിക്കുന്ന ഒരു വളവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇൻഡിഫറൻസ് കർവിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് ഡൗൺവേർഡ് സ്ലോപ്പ് കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കർവ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കർവ് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഒരു വസ്തു കൂടുതൽ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു വസ്തുവിന്റെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറയാൻ കാരണം. ഇനി രണ്ടാമത്തതാണ് കോൺവെക്സ് ടു ദി ഒറിജിൻ. അതിന്റെ കാരണം എന്താണ്? കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു തിയറിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ അളവ് ഒന്ന് കുറയ്ക്കുമ്പോൾ കൂട്ടേണ്ടി വരുന്ന മറ്റൊരു വസ്തുവിന്റെ അധിക യൂണിറ്റ് കാണിക്കുന്നതാണ് എന്ത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഇവിടെ ഒരു വസ്തു കുറച്ചു, ഇവിടെ ബിസ്ക്കറ്റ് ഒന്ന് കുറച്ചപ്പോൾ കോഫിയുടെ അളവ് ഒന്ന് കൂട്ടി. അതായത് ഒരു വസ്തുവിന്റെ അളവ് കുറയ്ക്കുമ്പോൾ കൂട്ടേണ്ടി വരുന്ന, വർദ്ധിപ്പിക്കേണ്ടി വരുന്ന മറ്റൊരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ അളവ് കാണിക്കുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പൊ നോക്കാം, കോഫി 1 ഉപയോഗിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് 10 ആയിരുന്നു. കോഫി രണ്ടാമത് ഒന്ന് കൂട്ടിയ സമയത്ത് ബിസ്ക്കറ്റ് ഒന്ന് കുറച്ചു 9 ആക്കി. കോഫി മൂന്നാമതൊന്ന് കൂട്ടിയ സമയത്ത് ബിസ്ക്കറ്റ് ഒന്ന് കുറച്ച് 8 ആക്കി. ഇത് തന്നെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ അളവ് കൂട്ടുമ്പോൾ ഒന്നിന്റെ അളവ് കുറയ്ക്കുന്നു. അതായത് ഒരു വസ്തുവിന്റെ അളവ് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു യൂണിറ്റ് കുറയ്ക്കേണ്ടി വരുന്ന സമയത്ത് മറ്റൊരു വസ്തുവിന്റെ വർദ്ധിപ്പിക്കേണ്ടി വരുന്ന ഏറ്റവും ചെറിയൊരു അളവ് കാണിക്കുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട്. നോക്ക്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. 3 ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. എന്താ കാരണം? ഉപഭോക്താവിന് ഒരേ സമയത്ത് ഒരേ സന്തോഷം ഉണ്ടായിരിക്കില്ല, ഒരേ സംതൃപ്തി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതായത് വ്യത്യസ്തങ്ങളായ സന്തോഷ നിലകളാണ്. എ കോമ്പിനേഷനിൽ ഒരു കോഫി 10 ബിസ്ക്കറ്റ് ആണ് ഈ 10 സന്തോഷം കിട്ടാനായിട്ട് അയാൾ കഴിച്ചത്. ഇനി രണ്ടാമത് ബി കോമ്പിനേഷനിൽ വരുമ്പോഴാണ് 2 കോഫിക്ക് 9 ബിസ്ക്കറ്റ് കഴിച്ചപ്പോഴാണ് 10 എന്ന സന്തോഷം കിട്ടിയിട്ടുള്ളത്. മൂന്നാമതാ സി കോമ്പിനേഷനിൽ 3 കോഫിക്ക് 8 ബിസ്ക്കറ്റ് കഴിച്ചപ്പോഴാണ് സെയിം സന്തോഷം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയത്ത് ഒരേ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നെവർ ഇന്റർസെക്ട്. നാലാമത്തെ ഹയർ കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതായത് ഉത്ഭവത്തിനോട്, അതായത് ഒറിജിനോട് അടുത്ത് കിടക്കുന്ന ഈ IC1 ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തത് IC2 എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷന്റെ അളവ് കുറച്ചും കൂടി കുറയും. മൂന്നാമത്തത് IC3 എത്തുമ്പോൾ കുറച്ചും കൂടി കുറയും. അതായത് ഹയർ കർവ് എന്ന് പറഞ്ഞാൽ IC1 എന്ന് പറയുന്ന ഹയർ കർവിന്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ IC2 ഉണ്ടാവില്ല, IC3 ഉണ്ടാവില്ല. അതാണ് ഇവിടെ ഈ ഹയർ കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് പഠിച്ചു. അതായത് ഇപ്പൊ ഒരു ഉപഭോക്താവ് മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരണമെങ്കിൽ അയാൾ ഒരു കോമ്പിനേഷൻ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അയാൾ പിന്തുടരുക. അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരണം എന്ന് വെച്ചാൽ. ഇനി ഇൻഡിഫറൻസ് കർവ് പഠിച്ചെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് പഠിക്കണം. ഈ ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവിനെ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണല്ലോ ഉപഭോക്താവ് മാക്സിമം സന്തോഷം അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം നേടുക. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബഡ്ജറ്റ് ലൈൻ? ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഉപഭോക്താവിന് ഒരു വരുമാന പരിധി ഉണ്ട്. ഉപഭോക്താവിന്റെ വരുമാന പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരു ഉപഭോക്താവ് എങ്ങനെ
ചെലവിടണം. അതായത് ഒരു ഉപഭോക്താവിന്റെ വരുമാന പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് 2 വസ്തുക്കളുടെ എല്ലാ സാധ്യമായ എല്ലാ പോസിബിൾ ആയ കോമ്പിനേഷനുകളും വാങ്ങുമ്പോൾ ഉപഭോക്താവിന് കിട്ടുന്ന ഒരു നേർരേഖയുണ്ട്. അതാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്താണെന്നുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ടേബിളിന്റെ സഹായത്തോട് കൂടി നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് എന്ന് നോക്കാം. അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ചു ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാല് ഉപഭോക്താവ് ആളുടെ വരുമാന പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് 2 വ്യത്യസ്ത വസ്തുക്കളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും വാങ്ങുന്ന സമയത്ത് ആൾക്ക് കിട്ടുന്ന ഒരു നേർരേഖയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പഠിച്ചു. അപ്പൊ ഈ ബഡ്ജറ്റ് ലൈൻ എന്താണ് കാണിക്കുന്നത്? ഉപഭോക്താവിന്റെ വരുമാനവും സാധനങ്ങളുടെയും അയാൾ വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനത്തെക്കാൾ ഒരിക്കലും കൂടാൻ പാടില്ല വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില. അതായത് ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനത്തിന് മൂല്യത്തിന് അനുസരിച്ചോ അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഒരു ഉപഭോക്താവ് വാങ്ങുന്ന സമയത്ത് ഉപഭോക്താവിന്റെ വരുമാനവും സാധനങ്ങളുടെ സേവനങ്ങളുടെയും വിലയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഈ ബഡ്ജറ്റ് ലൈനിൽ കാണിക്കുന്നത്. അതായത് ഉപഭോക്താവിന്റെ വരുമാനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തമ്മിലുള്ള വിലയും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കാനാണ് ഇവിടെ ബഡ്ജറ്റ് ലൈന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ടേബിളിന്റെ സഹായത്തോടെയും ഒരു ഗ്രാഫിന്റെ സഹായത്തോടെയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ്. പ്രൈസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ പ്രൈസ്, അതായത് എക്സിന്റെ പ്രൈസ്, നമ്മൾ 2 സാധനങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ ഇപ്പൊ കോഫി എക്സ്, ബിസ്ക്കറ്റ് വൈ ആയിട്ട് എടുക്കാൻ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കോഫിയുടെ വില പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ കോഫി പ്ലസ് പ്രൈസ് ഓഫ് വൈ, വൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് ആണ് വൈ ആക്കി എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇൻറ്റു വൈ, വൈ എന്ന് പറഞ്ഞാൽ ആ ബിസ്ക്കറ്റ് ഈസിക്കൽ ടു എം, എം എന്ന് വെച്ചാൽ ഉപഭോക്താവിന്റെ വരുമാനം. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. അതായത് പി എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് എക്സ്, പ്രൈസ് ഓഫ് എക്സ്, പി എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇത്ര നേരം കോഫി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കോഫി. ഇനി വൈ എന്ന് പി വൈ എന്ന് പറഞ്ഞാല് പ്രൈസ് ഓഫ് വൈ, വൈ എന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റി ഓഫ് വൈ. അതായത് ബിസ്ക്കറ്റ്. എം എന്ന് പറഞ്ഞാല് ഉപഭോക്താവിന്റെ വരുമാനം, ഇൻകം. ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാം. അതായത് ഒരു ഉപഭോക്താവിന് 100 രൂപയാണ് വരുമാനം എന്ന് വയ്ക്കുക. എക്സിന്റെ വില, അതായത് കോഫി, കോഫിയുടെ വില 10 രൂപയാണെന്ന് വയ്ക്കുക. വൈന്റെ വില, അതായത് ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഒരു കണക്കായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ ബഡ്ജറ്റ് ലൈന് വരുന്നതെന്ന് നോക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കാന്ന് വെക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഇത് നോക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കാണ് പ്രൈസ്, ഈ ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാതെ പി ഓഫ് പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൈസ് ഓഫ് വൈ ഇൻറ്റു വൈ ഈസിക്കൽ ടു എം. ഇനി നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ വൈ എന്ന് പറയുന്ന സാധനം, അതായത് ബിസ്ക്കറ്റ്, ആദ്യത്തെ കോമ്പിനേഷനിൽ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങണില്ല എന്ന് വിചാരിക്കാം. നമ്മൾ എക്സ് മാത്രം വാങ്ങണുള്ളൂ, അതായത് കോഫി മാത്രം വാങ്ങണുള്ളൂ, ബിസ്ക്കറ്റ് വാങ്ങണില്ല എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ വാങ്ങുന്നത് എന്താണ്? വെറും കോഫി മാത്രമാണ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോഫിയുടെ വില എത്രയാണ്? കോഫിയുടെ വില പറഞ്ഞിട്ടുള്ളത് 10 ആണ്. 10 ഇൻറ്റു ഈ എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ കോഫി, 10x പ്ലസ് വൈ നമ്മൾ വാങ്ങണില്ല. അപ്പൊ പ്രൈസ് ഓഫ് വൈ വാങ്ങാത്തത് കൊണ്ട് അവിടെ 0 ആണ്. അപ്പൊ 0 ഈസിക്കൽ ടു എം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ വരുമാനം 100 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാല് 10x
ഈസ് ഇക്വൽ ടു 100. എക്സ് ഈസ് ഇക്വൽ ടു 100 ബൈ 10 ഈസ് ഇക്വൽ ടു 10. അതായത് നമ്മള് ഇവിടെ ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല. ബിസ്ക്കറ്റ് വാങ്ങാണ്ടായപ്പോൾ ഉപഭോക്താവിന് ഈ 100 രൂപ കൊണ്ട് ഈ കോഫി മാത്രം വാങ്ങാൻ പറ്റും. അതായത് നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല, ഉപഭോക്താവിന് കോഫിക്ക് മാത്രം വാങ്ങേണ്ടത് 10 കോഫി വാങ്ങാൻ പറ്റും. ഈ 100 രൂപ കൊണ്ട് 10 കോഫി വാങ്ങാൻ പറ്റും എന്നാണ് നമുക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലായത്. ഇത് നമുക്ക് കണക്കായിട്ടും നമുക്ക് ചെയ്യാം. നമുക്കിപ്പോ ഒരു മനസ്സിൽ നമ്മളിപ്പോ അത് വിചാരിക്കാണ് 100 രൂപ വരുമാനമുണ്ട്, നമുക്ക് 10 രൂപയാണ് ഒരു കോഫിക്ക്, 10 കോഫി വാങ്ങാം അല്ലെ. നമുക്കത് മനസ്സിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതൊരു കണക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അതായത് ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇനി ഉപഭോക്താവ് വിചാരിക്കാണ്, രണ്ടാമത്തെ ഉപഭോക്താവ് വിചാരിക്കാണ് ഈ സെയിം ഫോർമുല തന്നെ എടുത്തു എഴുതാം. ഈസിക്കൽ ടു 100. ഇനി ഉപഭോക്താവ് വിചാരിക്കാണ് എക്സ് എന്ന് പറയുന്ന സാധനം വാങ്ങുന്നില്ല, അതായത് കോഫി വാങ്ങുന്നില്ല, ഞാന് ബിസ്ക്കറ്റ് മാത്രം വാങ്ങുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ കോഫി വാങ്ങണില്ല, 0 ആണ്. അപ്പൊ വാങ്ങണില്ല എന്ന് വെച്ചാൽ പിന്നെ അതിന് പൈസ ചെലവാക്കണില്ല, 0 പ്രൈസ് ആണ് നമ്മൾ അതിന് ചെലവാക്കേണ്ടി വരുന്നത്. ഇനി വൈൻ്റെ വില എത്രയാണ്? ബിസ്ക്കറ്റിന്റെ വില 20 ഇൻറ്റു വൈ ഈസിക്കൽ ടു 100. അങ്ങനെയാണെങ്കിൽ 20 വൈ ഈസിക്കൽ ടു 100. y is equal to 100 by 20 is equal to എത്രയാണ്? 5 അല്ലെ. ഉപഭോക്താവ് കോഫി വാങ്ങണില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് ഈ 100 രൂപ കൊണ്ട് 5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. ഇവിടെ 10 കോഫി വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് മനക്കണക്കായിട്ട് നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഉപഭോക്താവ് വിചാരിക്കാണ് ഞാൻ കോഫി വാങ്ങുന്നില്ല, ബിസ്ക്കറ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂ, എന്റെ കയ്യിലുള്ള 100 രൂപ കൊണ്ട്. തീർച്ചയായിട്ടും ഉപഭോക്താവിന് 5 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിൽ കണക്കാക്കാം. പക്ഷെ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ലൈന് വരുന്നതെന്ന് നോക്കി നോക്കാം. അതായത് വൈയില് ബിസ്ക്കറ്റ്, എക്സില് കോഫി. ഇനി ഉപഭോക്താവ് എക്സ് ആദ്യത്തേല് നമ്മള് എന്താക്കി 10 ഫുള്ള് പൈസ കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. അപ്പൊ എന്താക്കി 10 കോഫി കിട്ടി. ഇവിടെ 10 കോഫി കിട്ടി അല്ലെ. ഇവിടെയാണ് പോയിന്റ് വന്നിട്ടുള്ളത്. രണ്ടാമത്തേല് ഫുള്ള് പൈസ ബിസ്ക്കറ്റ് വാങ്ങാൻ ചെലവഴിച്ചു. അപ്പൊ എന്താണ് 5 ബിസ്ക്കറ്റ് കിട്ടി. ഇത് തമ്മില് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ലൈൻ വരും. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. അതായത് ഉപഭോക്താവ് ഈ കോമ്പിനേഷനിൽ എന്താക്കി, ഈ കോമ്പിനേഷനിൽ കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് 10 രൂപ ചെലവഴിച്ചു, ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് 5 രൂപയും ചെലവഴിച്ചു. അങ്ങനെ ഈ രണ്ട് ഉപഭോക്താവ് പോസിബിൾ ആയിട്ടുള്ള ഈ 2 കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് വാങ്ങുന്ന സാധനങ്ങളെ ഈ സ്ട്രെയിറ്റ് ലൈന് ആയിട്ട് കാണിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് ലൈൻ. അതായത് ഉപഭോക്താവ് തന്റെ വരുമാനം കൊണ്ട് തന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വാങ്ങി, അത് കാണിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ ബഡ്ജറ്റ് ലൈന് എന്ന് പറയുന്നത്. ഇപ്പൊ ആളുടെ കയ്യിലുള്ള 100 രൂപ ചെലവഴിച്ചിട്ട് ആള് വാങ്ങി. ഇനി ഈ ബഡ്ജറ്റ് ലൈന് ആളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഇതിപ്പോ ഒരു സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് കാണിക്കുന്നത് എന്താണ്? ഈ പ്രൈസ് റേഷ്യോ ആണ്. ഈ സ്ലോപ്പ് കാണിക്കുന്നത് പ്രൈസ് റേഷ്യോ ആണ്. അതായത് PX/PY അതാണ് ഈ സ്ലോപ്പ് കാണിക്കുന്നത്. ഈ പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഈ സ്ലോപ്പ് കാണിക്കുന്നത് പ്രൈസ് റേഷ്യോ ആണ്. ഇനി ഉപഭോക്താവിന്റെ വരുമാനം മാറും. ചിലപ്പോ ഉപഭോക്താവിന്റെ വരുമാനം മാറുമ്പോൾ എന്താക്കും, സെയിം പാരലൽ തന്നെ വരും, പക്ഷെ ഈ ലൈന് വ്യത്യാസപ്പെടും. ഇപ്പൊ ഉപഭോക്താവിന്റെ വരുമാനം 200 ആണെന്ന് വിചാരിക്കാം. 200 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് ലൈന് ചിലപ്പോൾ മേലേക്ക് മാറും. ഇനി ഉപഭോക്താവിന്റെ വരുമാനം 50 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ 20 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാലും പാരലൽ ആയിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. ഈ ബഡ്ജറ്റ് ലൈന് പാരലൽ ആയിട്ട് മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ ഈ സ്ലോപ്പ് കാണിക്കുന്നത് PX/PY പ്രൈസ് റേഷ്യോ ആണ്. അതായത് ഇനി ഉപഭോക്താവിന്റെ വരുമാനം മാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഉപഭോക്താവിന്റെ വരുമാനവും കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. അത് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ ഈ സ്ലോപ്പ് പറയുന്നത് പ്രൈസ് റേഷ്യോ, അതും ഓർത്ത് വെക്കാം. വിലമാറ്റം വരികയാണെങ്കിൽ ഇത് റൊട്ടേഷൻ ആണ് വരിക. വിലമാറ്റം വന്നാൽ റൊട്ടേഷൻ വരും. ഉപഭോക്താവിന്റെ ഇൻകം മാറ്റം വന്നാൽ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇത് പാരലലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ഉപഭോക്താവിന്റെ വരുമാനം 100-ൽ നിന്നും 200 ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഉപഭോക്താവിന്റെ വരുമാനം 200 ആണ്, പക്ഷെ കോഫിയുടെ വില സെയിം തന്നെ 10 രൂപ. 10 രൂപ. ബിസ്ക്കറ്റിന്റെ വില 20 രൂപ, സെയിം തന്നെ. വരുമാനം മാത്രം മാറിയിട്ടുള്ളൂ. വരുമാനം 100-ൽ നിന്നും 200 ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഈ 200 രൂപയ്ക്ക് എത്ര ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഈ ഇതേപോലെ നമുക്ക് ഈക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈക്വേഷൻ 10x, ആദ്യത്തത് നമുക്ക് 10x ആണ് വരുന്നത്. പ്ലസ് നമ്മൾ ഇവിടെ ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല, കോഫി മാത്രമാണ് വാങ്ങുന്നത്. അപ്പൊ ഇവിടെ 0 ഈസിക്കൽ ടു ഉപഭോക്താവിന്റെ വരുമാനം 200 ആണ്. അപ്പൊ x ഈസിക്കൽ ടു 200/10. ഇവിടെ 20 ആണ്. അതായത് ഉപഭോക്താവിന് 200 രൂപയ്ക്ക് 20 കോഫി വാങ്ങാൻ പറ്റും. 200 രൂപയ്ക്ക് ഉപഭോക്താവിന് 20 കോഫി വാങ്ങാൻ പറ്റും. ഇല്ല, ബിസ്ക്കറ്റ് വാങ്ങണില്ല എന്ന് വെച്ചാൽ 200 രൂപയ്ക്ക് ഉപഭോക്താവിന് 20 കോഫി വാങ്ങാൻ പറ്റും. ബിസ്ക്കറ്റ് ആണെങ്കിൽ സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഉപഭോക്താവ് ആദ്യം കോഫി വാങ്ങണില്ല, ഉള്ള പൈസ മുഴുവൻ ബിസ്ക്കറ്റ് വാങ്ങാനായിട്ട് ചെലവഴിച്ചു. ബിസ്ക്കറ്റ് വാങ്ങാൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് 200. y ഈസിക്കൽ ടു 200/20. എത്ര ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും? അതായത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണ്. അപ്പൊ ഉപഭോക്താവിന് 20 രൂപയ്ക്ക് 200 രൂപയ്ക്ക് 10 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. ഉപഭോക്താവിന് 10 പാക്കറ്റ് ബിസ്ക്കറ്റും 20 കോഫിയും വാങ്ങാൻ പറ്റും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താക്കും? ഇത് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ 10 കോഫി ഉള്ളത് കൊണ്ട് നമ്മൾ 10 വരെ ഇവിടെ ആക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എക്സ് ആക്സിസ് നീളും. നമ്മൾ 11, 12, 13, 20 ഇത് നമുക്കിങ്ങനെ വരും. നോക്കിക്കോ, ഉപഭോക്താവ് 20 കോഫി വാങ്ങി, അതേപോലെ തന്നെ 10 ബിസ്ക്കറ്റും വാങ്ങി. അതായത് ഇവിടെ y ഇന്റർസെപ്റ്റ് 10, x ഇന്റർസെപ്റ്റ് 20. അതായത് ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവനും ഇവിടെ 20 കോഫി വാങ്ങാൻ ചെലവഴിച്ചു. എക്സ് ഇന്റർസെപ്റ്റ് 20. അതായത് ഉപഭോക്താവ് ഇവിടെ തന്റെ വരുമാനം മുഴുവനും 20 കോഫി വാങ്ങാൻ ചെലവഴിച്ചു. ഇവിടെ ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവനും 10 ബിസ്ക്കറ്റ് വാങ്ങാനായിട്ട് ചെലവഴിച്ചു. അതല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് പാരലലായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ബഡ്ജറ്റ് ലൈൻ നേടാം. ഇവിടെ നിന്നും ഇവിടെ 100 രൂപ വരുമാനത്തിൽ ഇങ്ങനെയായിരുന്നു വെച്ചാൽ പാരലലായിട്ട് 200 രൂപ വരുമാനം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസും കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ടേബിളും വേറൊരു ഗ്രാഫും വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ കോഫിയും ബിസ്ക്കറ്റും തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ഉപഭോക്താവിന്റെ വരുമാനം 100 തന്നെയാണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ഇവിടെ കോഫിയും ബിസ്ക്കറ്റും തന്നെയാണ് എടുത്തിട്ടുള്ളത്. കോഫി എക്സ് ആയിട്ട് എടുത്തു. കോഫിയുടെ വില നമ്മൾ എന്താണ്? 10 രൂപയാണ് എന്ന് വിചാരിക്കാം. ബിസ്ക്കറ്റിന്റെ വില നമ്മൾ 20 രൂപയാണ് എന്ന് വിചാരിക്കാം. ബിസ്ക്കറ്റ് നമ്മൾ y ആയിട്ടാണ് കരുതുന്നതെന്ന് വിചാരിക്കാം.
ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരോ കോമ്പിനേഷനുകൾ എടുക്കാം. കോമ്പിനേഷൻ എ ബി സി ഡി, ഇങ്ങനെ നമ്മൾ ഓരോ കോമ്പിനേഷൻ എടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് കോഫി എന്ന് പറഞ്ഞാൽ എക്സ്, ബിസ്ക്കറ്റ് വൈ. കോമ്പിനേഷൻ എയില് നമ്മള് 10 കോഫി വാങ്ങിയെന്ന് വിചാരിക്കും. ബിസ്ക്കറ്റിന്റെ അളവ് 0 ആണെന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ 0 വരാൻ കാരണം? നമ്മുടെ വരുമാനം 100 ആണ്. നമ്മളിവിടെ 10 കോഫിയാണ് വാങ്ങിയിട്ടില്ലെന്ന് വിചാരിക്കാം. അതായത് 10 കോഫിക്ക് ഒരു കോഫിയുടെ വില 10 ആണ്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 10 കോഫി വാങ്ങിയപ്പോ ഇവിടെ തന്നെ 100 രൂപ ചെലവായി ഇല്ലേ? 10 × 10 100. നമ്മള് എല്ലാ പൈസയും നമ്മൾ കോഫി വാങ്ങാൻ ചെലവഴിച്ചു. ഇനി നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസ ഇല്ല. കാരണം 100 രൂപയുള്ള വരുമാന പരിധിക്ക് നിന്നുകൊണ്ട് നമ്മൾ വാങ്ങണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ബിസ്ക്കറ്റ് 0 ആയത്. ഇനി നമ്മള് കോഫിയുടെ അളവ് ഒന്ന് കുറച്ചു, 8 ആയി എന്ന് വിചാരിക്കാം. 8 ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിവിടെ 80 രൂപ ചെലവഴിച്ചു. കാരണം എന്താണ്? കോഫിയുടെ വില 10 രൂപയാണ്. അപ്പൊ 8 എണ്ണം വാങ്ങിയെന്ന് വെച്ചാൽ 80 രൂപയായി അല്ലെ? 10 × 8, അതായത് ഒരു കോഫിയുടെ വില 10 രൂപയാണ്. 8 കോഫി വാങ്ങിക്കഴിഞ്ഞാൽ 80 രൂപ അവിടെ തന്നെ പോയി. ഇനി നമ്മുടെ കയ്യിൽ 20 രൂപ ബാക്കിയുള്ള 20 രൂപയ്ക്ക് നമുക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ബിസ്ക്കറ്റിന്റെ അളവ് ഒന്ന് കൂട്ടി. കാരണം നമ്മളതിൽ 20 രൂപ ഉണ്ട് ഇപ്പൊ. അപ്പൊ ആ 20 രൂപയ്ക്ക് നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ഇനി നമ്മൾ എന്താക്കി? നമ്മൾ ഒന്നും കൂടി സി കോമ്പിനേഷൻ എത്തിയപ്പോൾ നമ്മൾ 6 കോഫി വാങ്ങി. 6 കോഫി എന്ന് പറഞ്ഞാല് ഒരു കോഫിക്ക് 10 രൂപ വെച്ചിട്ട് 60 രൂപ നമ്മൾ ഇവിടെ ചെലവായി. ഇനി നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് 40 രൂപയാണ്. ഈ 40 രൂപയ്ക്ക് നമുക്ക് എന്ത് വാങ്ങാൻ പറ്റും? 20, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വില 20 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 രൂപയ്ക്ക് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. അപ്പൊ ഇവിടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ഇനി നമ്മള് ഡി കോമ്പിനേഷനിൽ എത്തിയപ്പോൾ നമ്മൾ ഒന്നും കൂടി കുറച്ചു, 4 ആക്കി. അതായത് 4 എന്ന് പറയുമ്പോൾ 40 രൂപ നമ്മൾ കോഫിക്ക് വേണ്ടി ചെലവഴിച്ചു. ഇവിടെ 40 രൂപ കോഫിക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളില് ബിസ്ക്കറ്റിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് 60 രൂപ ഉണ്ട്. അപ്പൊ നമുക്ക് 3 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. നമ്മൾ സ്വാഭാവികമായിട്ട് 3 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ഇനി ഈലെത്തിയപ്പോൾ നമ്മൾ 2 കോഫി മതി എന്ന് വിചാരിച്ചു. 2 കോഫിയുടെ വില 20 രൂപ. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി 80 രൂപ ബാക്കിയുണ്ട്. 80 രൂപയ്ക്ക് നമുക്ക് 4 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. നമ്മൾ സ്വാഭാവികമായിട്ടും 4 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ഇനി നമ്മള് എഫിലെത്തിയപ്പോൾ നമ്മള് 0, നമ്മൾ ഒറ്റ പൈസ നമ്മള് കോഫിക്ക് ചെലവഴിച്ചില്ലാന്ന് വെച്ചു. അങ്ങനെ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ 100 രൂപ ഉണ്ട്. ആ 100 രൂപയ്ക്ക് നമ്മൾക്ക് 5 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാം ഇല്ലേ? ഇതാണ് ബഡ്ജറ്റില് നമ്മള് ഇനി ഈ കോമ്പിനേഷനുകളൊക്കെ നമ്മള് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നതാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ലൈനിൽ വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ബഡ്ജറ്റ് ലൈൻ എടുക്കുമ്പോൾ നമ്മുടെ കയ്യില് എന്താണ്? നമ്മുടെ കയ്യില് ഉള്ള വരുമാനം 100 രൂപ. ഈ 100 രൂപേനേക്കാളും കൂടുതലാവാൻ പാടില്ല നമ്മൾ ചെലവഴിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അതിന് തുല്യമായത് 100 രൂപയ്ക്കുള്ളത്, അല്ലെങ്കിൽ അതിന് കുറവായിട്ടുള്ളത്. അല്ലാണ്ട് അതിനേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ബഡ്ജറ്റ് ലൈന് പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതായത് നമ്മൾക്ക് ഒന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വിട്ടുകൊടുത്തു, അങ്ങനെയാണ്. അതായത് നമ്മള് ഈ കോഫി നമ്മൾ 10 എണ്ണം വാങ്ങിയപ്പോൾ നമ്മൾ അവിടെ ബിസ്ക്കറ്റ് 0 ആക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അത്രയും വരുമാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ആണ് വാങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 8, 2 കോഫി കുറച്ചു. 2 കോഫി കുറച്ചപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ഇവിടെയാണ് നമ്മൾ ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എത്രയാണ് വരുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു. എന്താണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ളത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മള് പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ ആണ് വരുന്നത്. ഈ സ്ലോപ്പ് ആണ് നമ്മൾ വരുന്നത്. പ്രൈസ് ഓഫ് എക്സ് എത്രയാണ്? പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 10 ആണ്. പ്രൈസ് ഓഫ് വൈ എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 10/20 എന്ന് പറഞ്ഞാല് 1/2. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് 1/2 ആണ്. ഈ ഒരു കോമ്പിനേഷൻ എടുത്തപ്പോൾ എവിടെയാണ് 1/2 വരുന്നത്? നോക്ക്, ആദ്യത്തേതിൽ നമ്മള് 10 കോഫിക്ക് വാങ്ങിയപ്പോൾ നമ്മൾ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 ബിസ്ക്കറ്റ് ആണ് വാങ്ങിയത്. രണ്ടാമത്തെ ഒരു കോമ്പിനേഷൻ എടുത്തപ്പോൾ നമ്മൾ 2 കോഫി നമ്മൾ വിട്ടുകൊടുത്തു. അതിന് പകരം നമ്മൾ ഒരു ബിസ്ക്കറ്റ് അധികം വാങ്ങി. മൂന്നാമത്തെ എടുത്തപ്പോൾ നമ്മൾ നോക്കി നോക്കിയാൽ
മൂന്നാമത് എടുത്തപ്പോൾ ഇവിടെ ഒരു 2 കോഫി കൂടി നമ്മൾ വിട്ടുകൊടുത്തു. 2 കോഫി കൂടി വിട്ടുകൊടുത്തപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ബിസ്ക്കറ്റ് ആണ് ബി കോമ്പിനേഷനിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് ആണ് ഇവിടെ അധികം കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു ബിസ്ക്കറ്റ് ആണ് അധികം കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ 2 കോഫിക്ക് ഒരു ബിസ്ക്കറ്റ് ആണ് അധികം കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് റെസിപ്രോക്കൽ ആയിട്ട് ചിന്തിച്ചാലാ, റെസിപ്രോക്കൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1/2 ബിസ്ക്കറ്റിന് 1 കോഫി എന്നൊരളവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷനിലല്ലേ, സിയിലല്ലേ ആണ്. ഇത് റെസിപ്രോക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷനിലാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാം. 1/2 വന്നിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷനിലാണ്. അപ്പൊ നമുക്ക് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടുന്നത് ഈ സി കോമ്പിനേഷനിലാണ്. അതായത് 6-2 എന്ന് പറയുന്ന ഈ സി കോമ്പിനേഷനിലാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിന്റെ ഇൻഡിഫറൻസ് കർവ് കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡിഫറൻസ് കർവ് ഈ ബഡ്ജറ്റ് ലൈന് ടാൻജന്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഡിഫറൻസ് കർവ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഇതിന്റെ ഇൻഡിഫറൻസ് കർവ് ഇതിന്റെ ഇൻഡിഫറൻസ് കർവ് നോക്കാനായിട്ട് നമുക്ക് ഇതിന്റെ ഓരോ കോമ്പിനേഷനും ഇതുപോലെ എടുത്ത് നോക്കാം. കോമ്പിനേഷൻ എ, ഇവിടെ കോഫി, ഇവിടെ ബിസ്ക്കറ്റ്, ഇവിടെ യൂട്ടിലിറ്റി, മാക്സിമം യൂട്ടിലിറ്റി. കോമ്പിനേഷൻ എ 3 കോഫി വാങ്ങി ബിസ്ക്കറ്റ് 5 വിചാരിക്കാം, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ 100 കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി കോമ്പിനേഷൻ ബിയിൽ വരുമ്പോൾ ഇപ്പൊ ഒരു കോഫിയും 3 ബിസ്ക്കറ്റും വാങ്ങിയെന്ന് വിചാരിക്കാം, സാറ്റിസ്ഫാക്ഷൻ 100 ആണെന്ന് വിചാരിക്കാം. ഇനി കോമ്പിനേഷൻ സിയിൽ വരുമ്പോഴാ ഒരു 6 കോഫിയും ഒരു 2 ബിസ്ക്കറ്റും വാങ്ങിയെന്ന് വിചാരിക്കാം, സാറ്റിസ്ഫാക്ഷൻ 100 ആണ് എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് ലൈനും അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഒന്ന് വരച്ചു നോക്കാം. അത് എവിടെയാണ് ടാൻജന്റ് ചെയ്യുന്നത്, അവിടെയാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. നമുക്ക് അത് ഇവിടെ തന്നെ വരച്ചു നോക്കാം. ബാക്കിയാണ് നമുക്ക് ഈ ഇവിടെ സൈഡിലായിട്ട് ഒന്ന് നമുക്ക് വരച്ചു നോക്കാം. കാണുന്നുണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് കാണുന്നില്ലേ വരക്കണത്? നമുക്ക് കോമ്പിനേഷൻ എൽ എന്ന് പറഞ്ഞാല് കോഫി ആദ്യം 10, ആ സമയത്ത് 0 ആണ് ബിസ്ക്കറ്റ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് എ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. രണ്ടാമത്തെ കോമ്പിനേഷനിൽ ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ലൈൻ ആണ് വരയ്ക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് 8 കോഫി, അതായത് ബിസ്ക്കറ്റിന്റെ അളവ് 1. ഇവിടെയാണ് കോമ്പിനേഷൻ ബി വരുന്നത്. ഇനി കോമ്പിനേഷൻ സി എന്ന് പറഞ്ഞാല് 6 കോഫി, ബിസ്ക്കറ്റിന്റെ അളവ് 2. കോമ്പിനേഷൻ ഡിയിൽ വരുമ്പോൾ 4 കോഫി, ബിസ്ക്കറ്റിന്റെ അളവ് 3. ഇനി കോമ്പിനേഷൻ ഇയിൽ വരുമ്പോഴാ 2 കോഫി, ബിസ്ക്കറ്റിന്റെ അളവ് 4. ഇനി കോമ്പിനേഷൻ എഫിൽ വരുമ്പോഴാ 0 കോഫി, ബിസ്ക്കറ്റിന്റെ അളവ് 5. ഇനി നമ്മള് ഇത് നേർരേഖയായിട്ട് വരച്ചു കഴിഞ്ഞാല് വരച്ചു ബഡ്ജറ്റ് ലൈൻ. ഇനി നമ്മൾ ഇൻഡിഫറൻസ് കർവ്. ഇനി ഇൻഡിഫറൻസ് കർവ് വരുന്നത് എന്താ വെച്ചാല് എ കോമ്പിനേഷനിൽ 3ഉം 5. 3 കോഫി, 5 ബിസ്ക്കറ്റ്. ബി കോമ്പിനേഷനില 5 കോഫി, 3 ബിസ്ക്കറ്റ്. ഇനി സിയ 6 കോഫി, 2 ബിസ്ക്കറ്റ്. ഇനി നമ്മൾ ഇതിന്റെ ഇൻഡിഫറൻസ് കർവ് വയ്ക്കാം. ഇപ്പൊ ഏത് പോയിന്റിലാണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ടാൻജന്റ് ആയിട്ടുള്ളത്? ഈ സിയിലാണ്.
ഈ സി പോയിന്റിലാണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ടാൻജന്റ് ആയിട്ടുള്ളത്. ഇവിടെയാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടിയിട്ടുള്ളത്. ഇവിടെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം നേടിയിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന് വന്നിട്ടുള്ള ആ പോയിന്റിൽ തന്നെയാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടിയിട്ടുള്ളത്. അപ്പൊ കൺസ്യൂമർ തന്റെ മാക്സിമം ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മാക്സിമം സന്തോഷം നേടാൻ ശ്രമിക്കുന്നത് ഈ ബഡ്ജറ്റ് ലൈനും അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആയിട്ടുള്ള ആ പോയിന്റിൽ വെച്ചിട്ടാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടുക. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി ഓഫ് മെഷർമെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ കൺസ്യൂമർ എപ്പോഴും മാക്സിമം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അങ്ങനെ കൺസ്യൂമർ തന്റെ വരുമാന പരിധിയിൽ നിന്നുകൊണ്ട് തനിക്ക് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സന്തോഷം എവിടെ നേടുന്നോ അവിടെയാണ് നമ്മൾക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അവിടെ തന്നെയാണ് ഈ ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും ടാൻജന്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായില്ല. നമ്മൾ അടുത്ത ഭാഗത്തിൽ പാർട്ട് 3 ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ പാർട്ട് 3 കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.